ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസിന് വീട്ടിൽ തന്നെ നല്ല മണവും രുചിയുമുള്ള സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള റിച്ച് പ്ലം കേക്ക് തയ്യാറാക്കാം. ബേക്കറിയിൽ നിന്നും വാങ്ങുന്നതിലും സൂപ്പർ രുചിയാണ് ഈ ഫ്രൂട്ട് കേക്കിന്. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ അളവ് കൊണ്ട് 750 ഗ്രാമിൻ്റെ 2 കേക്ക് തയ്യാറാക്കാം. 2 രീതിയിലും ഞാൻ ബേക്ക് ചെയ്യുന്നുണ്ട്. ഒരു കേക്ക് ഗ്യാസ് സ്റ്റോപ്പിലും ഒരെണ്ണം ഓവനിലും. ഒരു ചീനിച്ചട്ടിയോ വലിയ അലൂമിനിയം ചെരുവമോ കറക്റ്റ് ചേർന്നിരിക്കുന്ന അടപ്പുള്ള പാത്രം ചൂടാകുന്നതിന് ഗ്യാസ് സ്റ്റോപ്പിൽ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഓവൻ 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായി വയ്ക്കാം. ആദ്യമായി 1 കപ്പ് ഷുഗർ കാരമലൈസ് ചെയ്യാം. ഒരു അലൂമിനിയം അല്ലെങ്കിൽ സ്റ്റീൽ പാനിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഷുഗർ മെൽറ്റ് ചെയ്യാം. 1/2 കപ്പ് വെള്ളം അടുത്ത ബർണറിൽ അതേസമയം നമുക്ക് ചൂടാകാൻ വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഷുഗർ വെച്ച് ഇങ്ങനെയൊന്ന് ഉരുകി വരുമ്പോഴത്തേക്ക് നമുക്ക് പാത്രം ഇങ്ങനെയൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്ക് ഒരുപോലെ എല്ലാം ഒന്ന് മെൽറ്റായിട്ട് കിട്ടും. നന്നായിട്ടൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ പതഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ചൂടുവെള്ളം, അതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഇത് ചൂടാറുന്നതിനായിട്ട് ഒരു കപ്പിലേക്ക് നമുക്ക് ഒഴിച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. 200 ഗ്രാം മൈദ, 1/2 കപ്പ് മൈദ, അതിലേക്ക് 1/4 ടീസ്പൂൺ വീതം ഗ്രാമ്പൂ പൊടിച്ചത്, കറുവാപ്പട്ട പൊടിച്ചത്, ജാതിക്കുരു പൊടിച്ചത് ചേർത്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊരു വലിയ പാനിലേക്ക് നമുക്ക് അരിച്ചെടുത്തിട്ട് വിസ്ക് വെച്ച് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടിത് ഫ്ലേവർ പോകാതെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇനി റൂം ടെമ്പറേച്ചറിലുള്ള 200 ഗ്രാം ബട്ടർ വലിയൊരു ബൗളിലേക്കിട്ട് നമുക്ക് ഇലക്ട്രിക് ബീറ്ററോ അല്ലെങ്കിൽ തടിത്തവിയോ വിസ്കോ വെച്ച് നമുക്ക് നന്നായിട്ടിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് ചേർക്കാം. ഇതിന് പകരം ബ്രൗൺ ഷുഗർ വേണമെങ്കിലും ചേർക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് സൈഡൊക്കെ ഒന്നുകൂടെ ഒന്ന് സ്പാച്ചുല വെച്ച് വടിച്ചിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ടയാണ് ചേർക്കുന്നത്. ഓരോ മുട്ടയായിട്ട് നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓരോ മുട്ട ചേർക്കുമ്പോഴും നമ്മൾ ഇടഞ്ഞു വെച്ചിരിക്കുന്ന ആ മൈദാക്കൂട്ടിൽ നിന്ന് ഓരോ ടേബിൾ സ്പൂൺ മൈദ വീതം നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഇതിങ്ങനെ പിരിഞ്ഞ് വരത്തില്ല. അങ്ങനെ ഓരോ മുട്ടയായിട്ട് ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഈ അളവിൽ നമുക്ക് 3/4 കിലോയുടെ 2 കേക്ക് തയ്യാറാക്കാം. നമ്മൾ ബേക്ക് ചെയ്യാനുള്ള പേപ്പർ മോൾഡോ അല്ലെങ്കിൽ ബേക്കിംഗ് ട്രേയോ പേപ്പർ ലൈൻ ചെയ്ത് വെക്കണം. ഞാൻ പേപ്പർ മോൾഡിലാണ് ബേക്ക് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഓരോ മുട്ടയായിട്ട് നമുക്ക് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വിസ്ക് വെച്ച് വേണമെങ്കിലും നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ കാരമലൈസ് ചെയ്ത ഷുഗറൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത കാരമൽ വേണം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. സൈഡൊക്കെ ഒന്നുകൂടെ വടിച്ചിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ട് തണുത്ത കാരമൽ സിറപ്പ് ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ കേക്കിന് നല്ല മയവും രുചിയും നൽകുന്നത് നമ്മളിതിൽ ജാം ചേർക്കുന്നുണ്ട്. ഓറഞ്ച് മാർമലേഡ് ചേർക്കാം, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ജാം ചേർക്കാം. മിക്സഡ് ഫ്രൂട്ട് ജാം ചേർക്കാം, പൈനാപ്പിൾ ജാം ചേർക്കാം. ഞാനിവിടെ പൈനാപ്പിൾ ജാമാണ് ചേർക്കുന്നത്. ഒരു
3-4 ടേബിൾ സ്പൂൺ ജാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ജാമും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ്, സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ പ്രത്യേകം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു 2-2.5 കപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ മൈദ കൂട്ടിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 25 ഗ്രാം വീതം കാഷ്യൂ നട്ട്സും ആൽമണ്ട്സും ഒന്ന് ക്രഷ് ചെയ്തതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് പൊടി അതിൽ നന്നായിട്ടൊന്ന് പിടിപ്പിച്ചിട്ട് നമുക്ക് കുറേശ്ശെ ഈ ബാറ്ററിലേക്ക് നമുക്ക് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഫ്രൂട്ട്സ് എല്ലായിടത്തും ഈവനായിട്ട് വരാനായിട്ടാണ് നമ്മളിങ്ങനെ മൈദ ഇതിൽ തിരുമ്മി പിടിപ്പിക്കുന്നത്. അപ്പോൾ കുറേശ്ശെയായിട്ട് നമ്മൾ ചേർത്ത് നമ്മൾ മെല്ലെ ഇതൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം. ഒരു തിക്ക് ബാറ്ററാണ്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് നമുക്കിത് ഒരുപോലെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ മോൾഡ് ഒരു അലൂമിനിയം ഡിഷിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപോലെ 2 മോൾഡിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്ക്യൂവർ വെച്ച് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്യാനായിട്ട് നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒരു ചീനിച്ചട്ടിയാണ് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിരിക്കുന്നത്. അതും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇങ്ങനെ കാഷ്യൂ നട്ട്സോ റൈസിൻസോ ഒക്കെ വെച്ച് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ചീനിച്ചട്ടിയുടെ അകത്ത് 2 തട്ടം ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ചേർന്നിരിക്കുന്ന നല്ല പൊക്കമുള്ള ഒരു മൂടി വെച്ച് അടച്ച് നമുക്ക് ബേക്ക് ചെയ്യാം. അതുപോലെ 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 1.25 മണിക്കൂർ കൊണ്ടാണ് ഓവനിൽ വെച്ച കേക്ക് ബേക്ക് ആയിരിക്കുന്നത്. ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിരിക്കുന്ന കേക്കും ഏകദേശം അത്രയും തന്നെ സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ക്യൂവർ കൊണ്ട് കുത്തി നോക്കുമ്പം സ്ക്യൂവറിൽ പറ്റി പിടിക്കുന്നില്ലെങ്കിൽ നന്നായിട്ട് ബേക്ക്ഡ് ആയെന്ന് നമുക്ക് മനസ്സിലാക്കാം. 2 കേക്കും പെർഫെക്റ്റ് ആയിട്ട് ബേക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വാങ്ങി വെച്ചിട്ട് ചൂടോടെ തന്നെ നമ്മൾ 1-2 ടേബിൾ സ്പൂൺ റമ്മ് ഇതിൽ ഒന്ന് തളിച്ച് കൊടുക്കാം. അപ്പോൾ കേക്കിന് നല്ലൊരു മയവും രുചിയും കിട്ടും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.